കുറേ പേര് കമൻറ്റിൽ കൂടെ പറഞ്ഞിരുന്നു കേട്ടോ, നമ്മുടെ വീടിൻ്റെ 2 വീടിൻ്റെ ഫ്രണ്ട് വശം കാണിച്ചു തരാം. ഇതൊരു വഴി കേട്ടോ, ഇതൊരു വഴി, പെരുവഴിയല്ല, ഇതൊരു വഴി. ഇത് കൂടെ പോയി കഴിഞ്ഞ് വെച്ചാൽ സൂര്യൻ ചിരിക്കുന്ന നോക്കിയൊക്കെ, ഇത് കൂടെ വന്നു കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ അടുക്കളയുടെ ഈ ഭാഗത്തേക്ക് എത്തും കേട്ടോ. ഇതാദ്യം ഉണ്ടായിരുന്നില്ല, ഈ റോഡ് വന്നപ്പോഴാണ് ഇവിടെ നമുക്ക് വഴിയായത്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമുക്ക് വണ്ടി ഇതിൽ കൂടെ കയറ്റാൻ പറ്റും. ഇനി ഒരു വഴി അത് കൂടെ ആയിട്ടാ വഴിയാണ് ശരിക്കും നമ്മുടെ ശരിക്കുള്ള റോഡ് വഴി, വീട്ടിലേക്കുള്ള വഴി എന്ന് പറയില്ലേ, അത് ഈ വഴിയാണ് കേട്ടോ. നമ്മുടെ ഇത് കൂടെ സ്റ്റെപ്പുകൾ കണ്ടോ. പിന്നെ നിങ്ങളൊക്കെ പെടുത്തിയിട്ടുണ്ടേ. ആരാട്ടത്? ഞങ്ങളും പെടയില്ലേ. എന്താ ഈ സ്റ്റെപ്പ് ഇതാണ്ടോ, ഈ സ്റ്റെപ്പ് കൂടെ നേരെ വന്നു കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ ഉമ്മറം കേട്ടോ. ഇതാണ് ഉമ്മറം, കണ്ടില്ലേ, ഇതാണ് വീട്. അപ്പോൾ അത് കൂടെ വന്നു കഴിഞ്ഞാൽ അടുക്കള ഉമ്മറത്ത് കൂടിയും കയറാം, ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ ഉമ്മറത്ത് കൂടിയും കയറാം കേട്ടോ. പിന്നെ അങ്ങോട്ട് കോങ്ങാട് റോഡാണ്, അങ്ങോട്ട് പോണത് കോങ്ങാട് റോഡും, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോണത് കോണിക്കഴി റോഡും, കോണിക്കഴി ഉമ്മനഴി റോഡാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ കനാലാണ്, കനാല്. ഇനി നമ്മുടെ പുതിയ വീടിൻ്റെ ഉമ്മറം കാണണ്ടേ. ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ഇത് തോന്നിക്കൂട്ടാ നമുക്ക്. ദൂരമൊന്നും തോന്നിക്കില്ല, ഒന്നും തോന്നിക്കില്ല. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇനി ഇവിടെ പച്ചനെറ്റ് അവിടെ ഉണ്ട് കേട്ടോ. കനാലിൽ വെള്ളം വന്നിട്ട് വേണം പച്ചനെറ്റ് ഇത് ഇവിടുന്ന് ഇതുവരെ കെട്ടാൻ. കണ്ടോ സുകന്യ ഇരുന്ന് പെയിൻ ചെയ്തിട്ട് തലമുടി കെട്ടാൻ. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ ഫ്രണ്ട് വശം. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ തറവാടിൻ്റെ ഫ്രണ്ട് വശം, തറവാട് കണ്ടോ, അത്ര അടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 വീടും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഈ പുതിയ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഇനി 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇനി വേറൊരു വീടുള്ളൂ കേട്ടോ. ഇതോടെ നമ്മുടെ പുതിയ വീടിൻ്റെ അടുത്തെത്തിയോടെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഫുള്ള് നമ്മുടെ റബ്ബർ തൊടിയും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുതിയ വീടിൻ്റെ ഉമ്മറത്തുനിന്ന് നേരെ നമ്മൾ കനാലിക്ക് നോക്കുമ്പോൾ കൊക്ക പോലെയൊക്കെ നമുക്ക് തോന്നും. കണ്ടോ, അത്രയും നല്ല താഴ്ചയിലാണ്. അവിടെ ആകുമ്പോൾ അത്ര താഴ്ചയില്ല. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് കയറ്റത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. മീൻകാരൻ വരുന്ന നോക്ക്. ആദ്യമായിട്ടാണ് ഞായറാഴ്ചയായിട്ട് ഈ സമയത്ത് 12:30 ആയപ്പോൾ മീൻ വരുന്നത്, അല്ലെങ്കിൽ മീൻ വരാറില്ല കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ടില്ലേ, 2 വീടിൻ്റെയും. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കട്ടെ. ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലൊക്കെ വാങ്ങിയ ദിവസമാണ് ഞായറാഴ്ച. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ ചോറും കിട്ടും കേട്ടോ. നേരത്തെ ചോറ് ഒരു 12:30 കഴിയുമ്പോൾ 12:30 1 മണിയാകുമ്പോഴേക്കും കിട്ടും. അതാണെന്ന് മെല്ലെ ആവണത്. ഉച്ചയ്ക്ക് ഞങ്ങൾ നേരത്തെ ചോറ് കഴിക്കും, പള്ളിയിലത്തെ നേരത്തെ ചോറ് കഴിക്കുക. അപ്പോൾ പിന്നെ ധൃതി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മെല്ലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തുടങ്ങിയല്ലേ. ശരിക്ക് ഏറ്റവും നല്ല വൈബ് എന്ന് പറയുന്നത് നമ്മുടെ തറവാടില്ലേ, തറവാടിൻ്റെ ആ ഉമ്മറും കാര്യങ്ങളും കാണുമ്പോഴാണ് കേട്ടോ നല്ലൊരു ഇത് തോന്നുന്നത്. ഇതങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്, ഇതും ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഒരു ഫീല് തോന്നുക ആ വീട് കാണുമ്പോഴല്ലേ. ആ വീട് കാണുമ്പോഴാണ് കേട്ടോ നമുക്കത്. ചില ആൾക്കാർ കുട്ടിക്കാലം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മറ അതല്ലേ, അതന്നെ പറയുന്നത്. പണ്ടത്തെ ഉമ്മറ ഇങ്ങോട്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു. പണ്ട് പട്ടപ്പരയുന്ന സമയത്ത് അടുക്കള ഭാഗത്തേക്ക് ഈ സൈഡിക്കായിരുന്നു ഉമ്മറം. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തില്ലേ, ഇവിടെ ഫുള്ള് വലിയ കുന്നായിരുന്നു കേട്ടോ. അതാ കണ്ടോ, അത് കൂടെ നടവഴി മാത്രമേ ഉള്ളൂ. ഓരോ അടി വെച്ചിട്ട് ആൾക്കാർ പോകും. ഇവിടെ 2 അടി വെച്ചിട്ട് ഒപ്പം നടക്കാൻ പറ്റുമോ? ഓരോ അടി വെച്ചിട്ട് നടക്കുക. അതല്ല പറഞ്ഞത്, 2 ആൾക്ക് നടക്കാനുള്ള അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരടി അങ്ങനെ ഇതാണ്ടോ, ഈ ഒരു വഴിയായിരുന്നു കേട്ടോ. അവിടെ ഉണ്ട് അതേപോലെ ഇങ്ങനെ ഒരു വഴിയായിരുന്നു. അപ്പൊ അത് കൂടെ അതുപോലുള്ള വക്കരയായിരുന്നു. എനിക്ക് മനസ്സിലായി, എന്താ പറയുമ്പോ കിട്ടിയില്ല. ലോറിക്കെടുത്ത് പോയിട്ട് അങ്ങനത്തെ കൂടെ ഒരു വഴിയാക്കിയതാണ്. അതുവരെ നമ്മുടെ അവിടെ അടുക്കള ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ വലിയൊരു മതിൽ കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നോക്കിയൊന്നും കാണില്ല, കാരണം വലിയൊരു തിട്ട് പോലെ ഉണ്ടായിരുന്നു.
അതിന് ആരെങ്കിലും പോകുമ്പോൾ നമ്മൾ ചോദിക്കും ആരാ പോണ്, സൗണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നില്ല, ആളെ കാണില്ല. ആളെ കാണില്ല, ആരാ പോണ്, എവിടേക്കാ പോയി ചോദിക്കും. ഇത് കൂടെ പോയപ്പോ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ മാത്രം. ആ പക്ഷെ അന്ന് കല്യാണം ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആരും അറിയില്ല. അപ്പൊ പണ്ടത്തെ തറവാട്ടിന്റെ കാര്യം നമുക്കറിയില്ല. അല്ല അതല്ല രസം. ഏട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഏട്ടനും രമേശ് ഏട്ടനും ചെക്കന്മാരൊക്കെ പോടപടി ഇരുന്നിട്ട് വർത്താനം പറയും. രാത്രി 10 മണിയായി കഴിഞ്ഞാൽ അമ്മ ഇവിടെ നിന്നിട്ട് ഈ പിള്ളത്തുണ്ട്, ഇന്ന് ഇത്രയേ ഉള്ളൂ, ഈ പിള്ളത്തുണ്ട് എന്നെ ഇവിടെ നിന്നിട്ട് അനിയേ വരുന്നില്ലേ, അനിയേ വരുന്നില്ലേ, ഓർമ്മ ഉണ്ടമ്മ? പിന്നെന്താ മറക്കാനുള്ളത്? ഇപ്പൊ എത്ര കാലൊക്കെ എന്ത് മുട്ട ആച്ചെടുക്ക കോഴിക്കോട്ടില് മുട്ടയുണ്ട്, എടുക്കാട്ടോ. അപ്പൊ ഞങ്ങള് അവിടെ പോയിട്ടോ വെക്കുന്നത്. ഇതവിടെ കണ്ടോ, നല്ല വെയിലാണ്, നമുക്ക് അവിടെ വെക്കാം. എന്താ അതിനെത്ര നമുക്കില്ലേ ഒക്കെ തിരുമ്പിയിട്ട് അവിടെ പോയി തീ പിടിക്കും. എന്താണ് തിരുമ്പിട്ട് പറഞ്ഞിട്ടില്ല? അപ്പൊ തിരുമ്പിട്ട് ചെയ്യുന്നത് അങ്ങനെ പറ. ഞാൻ കൊട്ടക്കൈയിൽ കൊട്ട എന്തിനാടി പണ്ണെ വാങ്ങി തന്ന്? എവിടെ കൊട്ട? കൊട്ട ഉണ്ടാവില്ല, കിച്ചു അവിടുന്ന് കൊണ്ടുവന്നാണല്ലോ. എവിടെ ഇട്ടു അത്? മറ്റേ കൊട്ട ഉണ്ടായിരുന്നു, അവിടെ പോയല്ലോ അല്ലേ? എവിടെ? മറ്റേ ഇവിടെ വള്ളിക്കൊട്ടയൊക്കെ പോയി, വള്ളിക്കൊട്ടയൊക്കെ കളഞ്ഞു ഏട്ടൻ. ചെറിയുള്ളി, അതേപോലെ തന്നെ നമ്മുടെ വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. നമ്മൾ ബീഫ് വാങ്ങിയിട്ട് കുറച്ചായിട്ടോ. അപ്പം നമ്മളിതാ ആ സമയത്ത് വാങ്ങിയതാണ്. ബീഫ് വാങ്ങിയിട്ട് കുറച്ചായി. അപ്പം അതാ കഴുകി നേരേക്ക് വെച്ചതാണ് കേട്ടോ. ഇനി നമ്മളിതില്ലേ ചെറിയുള്ളി, വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി ലാസ്റ്റ് നമ്മളെന്തായാലും മീറ്റ് മസാലയും ഇതൊക്കെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇടാറ്. അപ്പം അത് ഇട്ട് കൊടുക്കട്ടെ. ഇതാ മസാലപ്പൊടികളും ചെറിയുള്ളിയും അതേപോലെ വെല്ലുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളത് നല്ലപോലെ കയ്യും കൊണ്ട് ഇങ്ങനെ ഞെരടി കൊടുക്കട്ടെ. നമുക്ക് ഇത്രയും ഇത് ഇന്ന് കുറച്ച് തോനെയായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചാണോ വെച്ചാൽ നമ്മൾ ഒരു നേരത്തേക്കല്ല 2 നേരത്തേക്ക് ചാറുണ്ടാവും. ഇത് ഞാൻ ചാറായിട്ട് വെക്കണില്ല. ചാറായിട്ടാ വെക്കണ്ടേ? അതിനാണ് ഇറച്ചി വരില്ല അധികം വാങ്ങി. എന്താണ് നമ്മൾ ഇറച്ചി വെക്കുന്ന സമയത്ത് ശരിക്കും ചെറിയുള്ളി മാത്രം കൂട്ടിയിട്ട് വെച്ചിരിക്കുമ്പോഴല്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ വെല്ലുള്ളി കൂട്ടുന്നതിനെക്കാട്ടിലും ഇതിൽ തക്കാളി ഇടും കേട്ടോ. ഞാൻ അതൊന്ന് കുറച്ച് ഇതായി കഴിഞ്ഞിട്ടേ തക്കാളി ഇടുന്നുള്ളൂ. പോരെ, ഇവിടെ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് പുതിയ വീട്ടിൽ അടുപ്പിൽ കൊണ്ട് വെക്കട്ടെ. നല്ല വെയിലായിട്ടേ ഇതിലൊരു കൊള്ളിയിട്ട ഇതൊരു കുറച്ച് നേരം കൂടുതൽ വേവുള്ള സാധനമല്ലേ. കുക്കറിലാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു 8 വിസിലടിക്കുമ്പോഴേക്കും സംഭവം റെഡി ആയിട്ടോ. പറ്റില്ല. അടുപ്പിൽ ഇങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ കടന്ന് തിളച്ച് കറുക്കനെ ആവണമെങ്കിൽ ഇത് വരട്ടണം. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ പുതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അവിടെ തീയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം. നോക്കി നോക്ക്, ഇതൊക്കെ എടുത്തുകൊണ്ട് ഇട്ടേക്കണത് അമ്മൂൻ്റെ തുട കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും താഴെ ഉള്ളത് അങ്ങനെ വേണം പെൺകുട്ടിയോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് തുടയ്ക്കണം. ഇപ്പോൾ ഒരു പെനോയിൽ വാങ്ങിയതില്ലേ, നല്ല മണമുള്ള പെനോയിലാട്ടോ. എന്തോരം മണം വെച്ചിട്ടാ, നല്ല മണണ്ടേ. അമ്മ പറയുന്നുണ്ട് പൊന്നത്. അമ്മേനെ അച്ഛനൊക്കെ വിളിക്കേ. നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ.
കിടന്ന് വേവട്ടെ. വെന്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെന്താണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയും വലിയുള്ളിയും പാടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല പോലെ ഇത് വാടി വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് പെരുംജീരകം കാരണം ആരെ കാണാനില്ല. ഒക്കെ മടുത്ത് ഓടി. എന്ത് ബീഫ് ഉണ്ടാക്കുന്നേ മടുത്തോടിയതൊന്നല്ല, എല്ലാവരും ആവാണ്ടേ ഈ പള്ളിന്ന് തേങ്ങാച്ചോറ് കൊണ്ടുവന്നപ്പോൾ അവരത് കഴിച്ചു. പിന്നെ ഒന്നുകൂടെ അതിനൊരു കാരണമായി. പിന്നെ എന്താ വെച്ചാൽ നോക്കിയൊക്കെ അങ്ങോട്ട് നല്ല വെയിലല്ലേ, പിന്നെ ഇപ്പൊ ഒരാൾക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. ഊണ് കഴിഞ്ഞാൽ ഒന്ന് കിടക്കാലോ. ഊണ് കഴിഞ്ഞാൽ ഒന്ന് കിടക്കാലോ. അപ്പൊ ഞാൻ ഫോൺ നോക്കാം, കിടക്കുന്നവർക്ക് കിടക്കാം, ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം. അപ്പോൾ ഇത് നേരത്തെ ആവേണ്ടതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം വഴുകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ എന്തായാലും പള്ളിയിലത്തെ ചോറൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ. അച്ചുട്ടിയേ കുറച്ച് ചുക്കുവെള്ളം എടുത്തിട്ട് വരുമോ? താഴത്തുനിന്ന് ഇവിടെ ചുക്കുവെള്ളം വെച്ചിട്ട് ഇവിടെ ആ ഉരുളിയിലുണ്ട്. ഇതിൽ തികയോന്നറിയില്ല, ഇത് തികഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇതിക്ക് തന്നെ എടുത്തിടും കേട്ടോ. തികയോന്നറിയില്ല. വലിയ കുക്കർ ഉണ്ടെങ്കിലേ ഇപ്പം ഇതായി മിണ്ടാതിരിക്കായിരുന്നു. ഇനി പാലക്കാട് നമ്മൾ പോകുമ്പോഴേ ഉള്ളൂ ഒരു കുക്കർ വലുത് വാങ്ങണം അല്ലേ. ഇവിടെയല്ലോ 5 കിലോൻ്റെ. പക്ഷെ 5 കിലോൻ്റെ നമ്മളിത് വെച്ചിട്ട് ഒരു പ്രാവശ്യം വെച്ചിട്ട് ഇനി 7ൻ്റെ ഒക്കെ ഉണ്ടാവുമായിരിക്കും, 7.5 10ൻ്റെ ഒക്കെ ഉണ്ടാവും. 10 നമുക്ക് മാത്രമാണോ വെച്ചാൽ ചെറിയതാണോ വെച്ചാൽ കുഴപ്പമില്ല. എല്ലാവർക്കും പാടുണ്ടാക്കുമ്പോൾ ഇവിടെ ഉള്ളത് മതി കേട്ടോ. അപ്പോൾ 10ൻ്റെ എല്ലാവരും പാടെ കഴിക്കുമ്പോൾ 10ൻ്റെ വേണം. ഇനി നമ്മൾ ഇതിക്കില്ലേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല കേട്ടോ. ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണ്ടേ. ഇതിൽ വേറെ പ്രത്യേകതയുണ്ട്. ഈ അടുപ്പിലേക്ക് ആദ്യത്തെ ബീഫാണിത്. നമ്മൾ എടുത്തേ ഭാഗ്യം ഇതിൽ ഒതുങ്ങി അറിയാം. ഞാൻ ഒതുങ്ങില്ലാന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ വിചാരിച്ചു. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഇതാവുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുരുമുളക് പൊടി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചൊയ വേണം കേട്ടോ നല്ല. ഇവിടെ ഇറച്ചി വയ്ക്കുന്ന സമയത്തില്ലേ കുറച്ച് എരിവാണ്. കറിവേപ്പില എന്നുള്ളതും കൊണ്ട് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചില സമയത്ത് കിട്ടാറ് തന്നെയല്ല. കുറച്ച് നേരം വേണം കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ശരിയായി സെറ്റായി വരാൻ അല്ലേ, വറ്റി വരണ്ട് വരാൻ കുറച്ച് സമയം. ചിലവരിങ്ങനെ നല്ല ഇതായിട്ട് ദൂരക്കൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടില്ലേ, അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. അമ്മ വീട്ടിലെ അമ്മല്ലേ, അമ്മ ഞങ്ങൾ വിരുന്ന് പോണ സമയത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്താ ഇതേപോലെ വരട്ടി തരില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ചാറെടുത്തിട്ട് അതിൽ ഒരു കുമ്പളങ്ങ കഷ്ണവും ഒക്കെ ഇട്ടിട്ടൊരു എന്താ കറി ഉണ്ടാക്കും. വൈകുന്നേരം ഒന്നുകൂടെ ആക്കി കഴിഞ്ഞ സംഭവം ഹോട്ടലിൽ ഇതിനെങ്ങനെയാണെന്ന് അറിയോ, ചൂടാക്കി ലാസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് വൃത്തിയുമാണ് കേട്ടോ.
ഞാനൊന്നും അല്ല, നമുക്കൊന്ന് കൂട്ട് തികഞ്ഞില്ല എന്നല്ലേ, പ്ലേറ്റ് കിട്ടിയുള്ളൂ, രണ്ടാൾക്ക് തികഞ്ഞില്ല എന്നല്ലേ. ഏട്ടനും എൻ്റെ കൂട്ടുകാരനമ്പാട് നാളെ ഇവിടെ പോയി ബീഫ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് വന്നപ്പോൾ പറഞ്ഞതാട്ടോ. അപ്പോൾ പിന്നെ ആഴ്ച വാങ്ങാൻ പറ്റിയില്ല. അപ്പം നീ എന്തായാലും 4 മണിയാകുമ്പോൾ വെച്ചിട്ട് മൂപ്പര് വരട്ടിയൊക്കെ തുടങ്ങിയല്ലേ, 10 മണി കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയും നേരം വരട്ടല്ലോ അത് വരട്ടലല്ലേ. ഓരോ ആള് വരുമ്പോൾ ഇത് ചൂടാക്കിയിട്ട് അതിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ച്, പക്ഷെ ഇത് പറയല മസാലയുടെ ഒക്കെ പൊടി തന്നെ വേറിട്ട് പറഞ്ഞ പോലെ തോന്നിക്കും. ആ വേറിട്ട് നിൽക്കതിനെ നല്ല ടേസ്റ്റിൽ നിൽക്കും. നമ്മളില്ലേ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കുറച്ച് ക്ഷമയോടെ ആസ്വദിച്ച് ഉണ്ടാക്കുക വെച്ചാലില്ലേ അതിന് ടേസ്റ്റ് കൂടും ഇല്ലേ. കളറ് കണ്ടില്ലേ ഇപ്പൊ തന്നെ നല്ല മാറി വരുന്നില്ലേ. അതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടാക്കണ്ട. ഇനി വേണമെങ്കിലേ കുറച്ചും കൂടി ഇങ്ങോട്ട് വെള്ളമില്ലാണ്ട് വരട്ടി 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 എടുക്കുക. അത്ര ചെയ്യണില്ല, ഇത്ര വേണമെന്ന് പറഞ്ഞു കേട്ടോ. വൈകുന്നേരത്തൊന്നും കൂടി ചൂടാക്കിയ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് പെരുംജീരകം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. ഇതാണ്ടോ പെരുംജീരകം ഇട്ടിരുന്നേ. ചിലർ ഉലുവ ഇടുന്ന് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഉലുവ ഇടാറില്ല. അത് ഉലുവ ഇട്ടാൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്, ടേസ്റ്റ് അല്ല എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത് പറയുന്നത്. ഉലുവയുടെ ടേസ്റ്റ് നമ്മളത് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങി വെക്കട്ടെ. അച്ചിട്ട് അവിടെ നിന്ന് ചുക്കുവെള്ളത്തിന് വെള്ളം എടുത്തിട്ട് വന്നാൽ ഉണ്ടോ സംഭവം റെഡിയായി. സംഭവം റെഡി 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 റെഡി. ഞായറാഴ്ച എങ്ങനെയൊക്കെയായി ഈ ആഴ്ച ഞായറാഴ്ച ഞങ്ങൾക്ക് ഈ ആഴ്ച നെയ്ച്ചോറും ബിരിയാണി വേണ്ടാന്ന് പറയേണ്ടത് ഒഴിവായി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ നെയ്ച്ചോറ് ആവശ്യമില്ല. ഇനി നെയ്ച്ചോറ് തേങ്ങച്ചോറ് ഇപ്പോൾ കഴിച്ചില്ലേ വേണോ. അപ്പോൾ ഇതാ കണ്ടോ എങ്ങനെയുണ്ട്. ഇനി മല്ലിയിലേക്ക് വേണമെങ്കിൽ മല്ലിയിലേക്ക് എടുത്തിടാം കേട്ടോ. പക്ഷെ മല്ലിയിലൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ഇങ്ങനെയാവട്ടെ ഈ ആഴ്ചത്തെ. അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ, സീ യു.